ആ തുമ്പികൾ പിടിച്ച് കൊമ്പിൻ്റെ ഇടയിൽ കൂടെ കീറിപ്പോയി. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല. കൊമ്പുകൾ രണ്ട് കൂടി കിടക്കാണ് ഇങ്ങനെ. അങ്ങനത്തെ കൊമ്പുള്ള അപ്പൊ ഈ കൂടിയ കൂടുതൽ ലാസ്റ്റ് തുമ്പില്ലേ, തുമ്പ് ഒരു ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അത് അപ്പൊ എന്നെ ശരീരത്തിന് അത് കയറിപ്പോകാൻ പാകാണത്. അത്ര ഇടയുണ്ട് അത്. ആ ഇടയിൽ ഞാൻ കുടുങ്ങി. തുമ്പി കൊണ്ട് പിടിക്കാൻ നോക്കി കളിച്ച് പിന്നെ ഈ ചുരുട്ടിങ്ങി പൊന്തിച്ചെടുക്കുമ്പോഴേക്കും എന്നെ ഇവിടെ തട്ടുന്നത്. പിന്നെ ഞാൻ തപ്പിടിച്ച് പിന്നെ ഇത് കിട്ടായ പിന്നെ കൊമ്പുകൾ അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. പിന്നെ ഞാൻ നോക്കി ഇങ്ങനെ അള്ളി പിടിച്ച് എൻ്റെ ആ തലയില്ലേ, അപ്പോഴേക്കും ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിരിക്കുന്നത്. അവിടെ പിടിച്ച് ഒരു അടിയാണ്. ആ അടിയിലാണ് ഈ സൈഡൊക്കെ വാരിയിൽ ഇതൊക്കെ കിഡ്നിയൊക്കെ പിടിച്ചിരുന്നപ്പോൾ അടിച്ചാ. കൊമ്പുകളും ഇങ്ങനെ കുടഞ്ഞടിയാണ്. ഇതാണ് വയ്യാത്ത കുട്ടി. ഇന്ന് വെക്കാൻ അരിയില്ലായിരുന്നു സത്യത്തിൽ. ഒരു കുടുംബക്കാരൻ പോലും ഇത്ര എന്നെ നോക്കിയില്ല. സ്വന്തം അന്യന്മാരുണ്ട് എന്നെ ഇത്ര സഹായം ചെയ്തില്ല. ഉള്ള കാര്യം പറയാലോ. ഇന്ന് വന്നതുകൊണ്ട് വളരെ 100 നന്ദിയുണ്ട്. ഒരു നേരം വിശപ്പടക്കാനുള്ള ഒരു വഴിയായി. അതാണ് ഏറ്റവും ഒരു ദൈവത്തിനൊരു പുണ്യം. എനിക്കെന്നെ മാക്ക് ഇത് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ കുടഞ്ഞ് എടുത്ത് തന്നെ എറിഞ്ഞ അവിടെ നിന്ന് ആ ചാലിൽ ഞാൻ പോയി വീണു. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മാലങ്കാപ്പ് എന്ന് പറയുന്ന ഒരു വനഗ്രാമത്തിലാണ്. ഒരു 2 മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നു. വാസു എന്ന് പേരുള്ള ഒരു സഹോദരനെ നമ്മളന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചിരുന്നു. ആ ചേട്ടൻ്റെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും അന്നത്തെ വീഡിയോയിൽ കണ്ടതാണ്. ഇന്നത്തെ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതായത് അദ്ദേഹത്തിനെ ആന തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു. അതായത് കാട്ടാന. അദ്ദേഹം വൈകിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു 6 മണിയോട് കൂടിയുള്ള ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് വരുമ്പോഴാണ് ആന അദ്ദേഹത്തിനെ പിടിക്കുകയും ആന തുമ്പിക്കൈ കൊണ്ട് ഞെരിച്ചു. എങ്ങനെയോ ആന കുടഞ്ഞ കുടലിന് നിലത്ത് വീണ സമയത്ത് ആളുകൾ ഒച്ചയുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ കിഡ്നിയും വാരിയലിലും ഒക്കെ ഡാമേജായി. അന്നത്തെ വീഡിയോയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. ഒരു വിഷമ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് നമ്മളന്ന് അവിടെ ചെന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളന്ന് കേട്ടിരുന്നു. അതിന് വലിയ കടബാധ്യതയാണെന്നും കടക്കാരൊക്കെ കടം തരാത്തൊരു സാഹചര്യം ഉണ്ടെന്നും ഒത്തിരി 10-20,000 രൂപയുടെ മേലെ ഇപ്പോൾ കടയിലൊക്കെ പറ്റായി കടക്കാർക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുക എന്നൊക്കെ അന്ന് അദ്ദേഹം ആ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. ഏതായാലും അന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ അന്ന് കിട്ടിയിരുന്നു. അത് അദ്ദേഹത്തിന് ആ ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ചെറിയ കടമൊക്കെ തീർക്കാനുള്ള ഒരു പൈസ അദ്ദേഹത്തിന് കിട്ടി. ഇനി ആരെങ്കിലും ആ ഒരു എപ്പിസോഡ് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ മുകളിലും കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ കൊടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ വീട്ടിലേക്ക് വീണ്ടും പോവുകയാണ്. വീണ്ടും വാസുകാരന് ഇപ്പോൾ ആ ഒരു എപ്പിസോഡ് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോഴത്തെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം കേട്ടോ. ഈ കാണുന്നതാണ് ഈ ഒരു വനഗ്രാമം എന്ന് പറയുന്നത്. ഇവിടെ താമസിക്കുന്ന ആളുകളെല്ലാം കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. വനഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 സൈഡും വനമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു സൈഡ് മാത്രമേ, ഈ ഒരു വശം മാത്രമേ കാടല്ലാത്തുള്ളൂ. ഈ സൈഡും കാട്, ഈ സൈഡും കാട്, ഈ സൈഡും കാട്. ഇതിൻ്റെ നടുക്കായിട്ടുള്ള ഈ വനത്തിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇവരൊക്കെ താമസിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമാണ്. വേറെ ശബ്ദങ്ങളൊന്നും ഇവിടെ നമുക്ക് കേൾക്കാനായിട്ടില്ല. അന്ന് നമ്മൾ വന്നപ്പോൾ ഈ ഒരു പ്രദേശം മുഴുവൻ നെൽപ്പാടമായിരുന്നു. നന്നായിട്ട് വിളഞ്ഞു നിൽക്കുന്ന നെല്ലായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം കൊയ്ത് കഴിഞ്ഞു. ഇതാണ് വാസുവേട്ടൻ്റെ വീട്. ഏതായാലും സ്ഥലം വീട്ടിലേക്ക് കേട്ടോ. വന്നപ്പോൾ ഇങ്ങോട്ട് നടക്കാനായിട്ടൊരു വഴിയില്ല. നിങ്ങൾ ആരെങ്കിലും അന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണുക. നമുക്ക് ശരിക്കും മാറ്റങ്ങളൊക്കെ മനസ്സിലാകട്ടോ. ഇത് വാസുവേട്ടൻ്റെ അമ്മയുടെ വീടാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഈ വാസു എന്ന് പറഞ്ഞ ഈ ചേട്ടൻ്റെ വീട്. നമുക്കിവിടെ കാണാം കേട്ടോ. ഇതൊക്കെ ആ ചേട്ടന് കിട്ടിയിരിക്കുന്ന വീൽ ചെയറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. വാസേട്ടാ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? സുഖമില്ല അല്ലേ? ഇതാണ് അവസ്ഥ അല്ലേ? പിന്നെ നമ്മളന്ന് വന്നെടുത്തൊക്കെ ഓർക്കുന്നില്ലേ? അന്ന് വന്നിട്ട് എന്തായിരുന്നു? പിന്നെ അങ്ങോട്ട് എന്തെങ്കിലും പൈസയൊക്കെ കിട്ടിയായിരുന്നോ? അന്ന് വന്ന് കിട്ടിയായിരുന്നു, പിന്നെ ഇല്ല. ആണല്ലേ? ആ ഒരു സമയത്ത് കിട്ടിയായിരുന്നല്ലേ? ആണല്ലേ? അന്ന് സാറ് വന്നായിരുന്നു. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത് കണ്ടിട്ടാ വന്നേ? ഏത് ആര് വന്നെന്ന് പറഞ്ഞേ? ഫസ്റ്റ് വന്നില്ല. ഫസ്റ്റ് വന്ന അതന്നെ. അല്ല പിന്നെ ആണല്ലേ?
എന്നാലും കുറച്ച് പൈസയൊക്കെ കിട്ടിയില്ലേ? ആ കിട്ടി. അതെ, ഒരു 10-15,000 രൂപ കിട്ടിയോ? ഇല്ല, 9,500 ഉണ്ടായിരുന്നു. 9,500 കിട്ടിയില്ലേ? എന്നാൽ ആ സമയത്ത് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് കിട്ടിയത് കാര്യമായി. അതിൽ കുറച്ച് കടടച്ച് പിന്നെ കുറച്ച് ചെലവിനെടുത്തല്ലേ. ഇപ്പോൾ എന്താണ് സ്ഥിതി? ഇപ്പം എന്ത് സ്ഥിതി? ഇതാണ് സ്ഥിതി. എവിടെ പോകാനും പറ്റില്ല. പിന്നീട് ആരെങ്കിലും സഹായമൊക്കെ ആയിട്ട് വന്നായിരുന്നോ? സഹായമായിട്ട് മെഞ്ഞാന്ന് ബത്തിന് സാറ് വന്നായിരുന്നു, പോലീസ് സാറായിട്ട്. അവർ വന്ന് ഒരു 500 രൂപ തന്ന് പോയായിരുന്നു. അല്ലാതെ പിന്നെ പോസ്റ്റുകാർ കഴിഞ്ഞ ആഴ്ച വന്ന് പോയായിരുന്നു. അവർ വന്ന് ചോദിച്ച് കാര്യം കുറേ പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒഴിഞ്ഞു മാറ്റി കാര്യമില്ലല്ലോ. ഇതിപ്പോൾ നിങ്ങളിതിലാണ് സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഉൾക്കാട്ടിലായ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ റോഡ് മേണല്ലോ, റോഡ് മേന്ന് വയലിലാണ് സംഭവം. ചേട്ടാ, പിന്നെ ശരിക്കും അന്ന് എന്താ സംഭവിച്ചതെന്ന് ഒരു പ്രാവശ്യം കൂടെ പറയാം. കാരണം ഇതിപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുകയാണല്ലോ, ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് പറയാമോ? എത്ര മാസം മുന്നേ ഈ സംഭവം നടന്നേ? ശരിക്കും നമ്മൾ സ്കൂൾ തുറന്ന് 1 മാസം ആകുന്നുണ്ട്. ജൂണിലോ ജൂലൈയിലോ അല്ലേ? ജൂൺ മാസത്തിലല്ലേ? ആ ടൈമിലാണ് അല്ലേ? ശരിക്കും എവിടെ പോയതായിരുന്നു? ഞാൻ കടയ്ക്കല്ല, ഞാൻ ഫസ്റ്റ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് നേരെ കടയ്ക്ക് പോയി. കടയിൽ നിന്ന് സാധനം വാങ്ങി വരുമ്പോൾ ഫുൾ മഴയായിരുന്നു. അപ്പോൾ പിന്നെ എന്താ ഒരു 5 മണി ആകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ കടയിൽ പോയെത്തുമ്പോൾ പെരും മഴയും. അപ്പോൾ കടക്കാരൻ പറഞ്ഞ് എന്തായാലും ഈ മഴയത്ത് പോകണ്ട, കുടയില്ലായിരുന്നു. അപ്പോൾ കുറച്ചവിടെ നിന്ന് അങ്ങനെ പിന്നെ കുറച്ച് മഴ തോർച്ച് പിന്നെ ഞാൻ അങ്ങോട്ട് വന്നു ചെയ്തു. പിന്നെ ഒരു മഞ്ഞ് പോലെയാണ് ഈ കോട പോലെ. അതിലെന്തായി പിന്നെ എന്നാലും മഴ പെയ്യുന്നുണ്ട്, നനഞ്ഞ് വരികയാണ്. ഇപ്പം ഇരുട്ടായി മുമ്പ് വീടെത്തണമല്ലോ. സത്യം പറഞ്ഞാൽ വീട്ടിലന്ന് വെച്ച് ഉണ്ടാക്കുള്ള അരിയോ ഒരു സാധനമില്ല വീട്ടിൽ. എനിക്ക് തപ്പി പിടിച്ച ഒരു 100 രൂപ ഉണ്ടായിരുന്നു, അതെടുത്ത് പോയ പോക്കാ. അതിൽ ഞാൻ വന്നിങ്ങനെ ഞാൻ റോഡിൽ ഇങ്ങനെ വരുന്നുണ്ട്, ആന തൊട്ട് വയലിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നില്ല. കുറച്ച് ദൂരെയാണ് ആന ഉണ്ടായിരുന്നത്. പക്ഷെ എന്നെ കണ്ടോടെ ഓടിയിട്ട് വന്നു. ഓടി വന്ന ആന പിടുത്തം കഴിഞ്ഞു പോയി. പിടിച്ച് ഓടാൻ പറ്റിയില്ല ആ സമയത്ത്. തിരിഞ്ഞ് ഓടാൻ പറ്റും, അപ്പോഴും പിടുത്തം കഴിഞ്ഞു പോയി. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ബസ് തമ്മിൽ കൂട്ടിടിക്കില്ലേ, അതേ ടൈപ്പായി പോയി. പിന്നെ എങ്ങോട്ട് കഴിച്ചിടാൻ പറ്റില്ല. പിന്നെ ഞാൻ തുമ്പിക്കൊണ്ട് പിടിച്ചു. തുമ്പിക്കൊണ്ട് പിടിച്ച് കൊമ്പിൻ്റെ ഇടയിൽ കൂടെ എറിയിപ്പോയി. കൊമ്പും കൊണ്ട് ഇടയിൽ എറിയിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല. പിന്നെ ഈ സാധനത്തിന് പൊട്ടൻ തുമ്പി എടുക്കാൻ പറ്റില്ല. ഈ കൊമ്പിങ്ങനെ 2 കൂടി കിടക്കാണ് ഇങ്ങനെ, അങ്ങനത്തെ കൊമ്പുള്ള. അപ്പോൾ ഈ കൂടിയ കൂടുതൽ ലാസ്റ്റ് തുമ്പില്ലേ, തുമ്പ് ഒരു ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്നെ ശരീരത്തിന് അത് കയറിപ്പോകാൻ പാകാണത്, അത്ര ഇടയുണ്ട്. ആ ഇടയിൽ ഞാൻ കുടുങ്ങി. കുടുങ്ങിച്ച് ഈ തുമ്പി കൊണ്ട് പിടിക്കാൻ നോക്കി കളിച്ച് പിന്നെ ഈ ചുരുട്ടിങ്ങി പൊന്തിച്ചെടുക്കുമ്പോഴേക്കും എന്നെ ഇവിടെ തട്ടുന്നത്. തുമ്പിക്കൈ പൊങ്ങുന്നില്ല. തുമ്പി എടുക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയുള്ള കളിയത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റേ. പിന്നെ ഞാൻ തപ്പിപ്പിടിച്ച് പിന്നെ ഇത് കിട്ടായ പിന്നെ കൊമ്പുള്ള അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. പിന്നെ ഞാൻ നോക്കി ഇങ്ങനെ അള്ളി പിടിച്ച് എൻ്റെ ആ തലയില്ലേ, അപ്പോഴേക്കും ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിരിക്കുന്നത്. അവിടെ പിടിച്ച് ഒരു അടിയാണ്. ആ അടിയിലാണ് ഈ സൈഡൊക്കെ വാരിയിൽ ഇതൊക്കെ കിഡ്നിയൊക്കെ പിടിച്ചിരുന്നപ്പോൾ അടിച്ചാ. കൊമ്പുകളും ഇങ്ങനെ കുടഞ്ഞടിയാണ് അടിച്ച്. അതുകൊണ്ട് ഈ വാരിൽ പൊട്ടിയപ്പോൾ എനിക്ക് ഏകദേശം പിന്നെ ഒരു രക്ഷയില്ല. അതിൽ പിന്നെ ഇത് എന്താക്കി, ഷർട്ടാണല്ലോ, അത് വലിയ ഷർട്ടാണ്, ടൈറ്റ് മോൾ ഷർട്ടല്ലോ ലൂസ് മോൾ ഷർട്ടായിരുന്നു അത്. അതിലിങ്ങനെ തപ്പി തുമ്പി കൊണ്ട് പിടിക്കാൻ വേണ്ടി കഴുത്തിന് പിടിക്കാൻ നോക്കിയപ്പോൾ അതൊന്നും ഞാൻ ഇങ്ങോട്ട് അമർന്ന് ചാഞ്ഞപ്പോൾ ഈ ഷോൾഡറിൻ്റെ താഴെയായിട്ട് പിടുത്തം കിട്ടീനെ. തുമ്പി എന്നെ കഴുത്തിൽ പിടിക്കാൻ കിട്ടിയില്ല. അതിൽ വലിച്ചിട്ട് കയറി ഷർട്ടിന് ഒരു പീസ് ആൻ്റെ കയ്യിൽ ബാക്കി. അപ്പോൾ ഇത് പുറം മൊത്തം ഓപ്പൺ, 2 സൈഡ് ഓപ്പൺ ആയത്. പിന്നെ ഈ ഷോൾഡറിൻ്റെ അവിടെ മാത്രമേ പിടുത്തേ ഉള്ളൂ. അങ്ങനെ ആയി. പിന്നെ ഇതെന്താക്കി, ഇങ്ങനെ കുടഞ്ഞ് എടുത്ത് തന്നെ എറിഞ്ഞ അവിടെ നിന്ന് എറിഞ്ഞെന്താക്കി. ഇത് ഒരു കുഴിയാണ്, ചളിക്കുണ്ടായിട്ട് ആ ചാലിൽ ഞാൻ പോയി വീണു. തെറിച്ച് വീണപ്പോൾ എന്തായി, പിന്നെ ഇത് ചവിട്ടാൻ വേണ്ടി ഓടി പോയിക്കുമ്പോൾ ഈ സംഭവം എന്നെ കാണാൻ പറ്റിയ ഈ സാധനത്തിന്. അപ്പോഴേക്കും ആൾക്കാർ അടുത്ത വീട്ടുകാർക്ക് കൂടി. അടുത്ത വീടുകളുണ്ടായിരുന്നോ? വരുന്ന വഴിക്ക് തന്നെ വരുന്ന വഴിക്ക് തന്നെ
തൊട്ട വേലിയാണ്, ആ വീട്ടുകാരൻ്റെ വേലിൻ്റെ സൈഡിലാണ് ഞങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ചവിട്ടം വരുമ്പോഴേക്കിനും എന്നെ ഇനി കണ്ട് ചവിട്ടം വരുമ്പോൾ അവരെത്തി ഓടിത്തി, വീട്ടുകാരെത്തി. എൻ്റെ നിലവിളിയും കേട്ട് ഞാൻ്റെ ആടലും ചേറിലും കേട്ടിട്ടപ്പോൾ ഓടി വന്ന് ഒച്ചിടുമ്പോഴേക്കിനും ആനയെ കുറച്ചവിടെ മാറി. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു എടുത്തെറിഞ്ഞ് പിന്നെ എനിക്ക് ബോധമില്ലായിരുന്നു. പോയി. അതോടെ നമ്മൾ അത്ര നേരം എനിക്ക് കുറച്ച് ബോധം ഉണ്ടായിരുന്നു. ആ മേലൊക്കെ കുടിയും കിടക്കുന്ന സമയം നല്ല ഒരു നോർമ ഉണ്ടായിരുന്നു. പിന്നെ അടിയും എടുത്ത് എറിഞ്ഞലും അതിൽ പിന്നെ എനിക്കൊരു ബോധം കിട്ടി. പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ ആൾക്കാർ പറഞ്ഞറിഞ്ഞല്ലേ. അപ്പോൾ തന്നെ വലിച്ച പിന്നെ ആന വരുന്നുണ്ടല്ലോ എൻ്റെ അടുത്തേക്ക് തന്നെ. അപ്പോഴേ തന്നെ ഇവർ എടുത്ത് പൊന്തിക്കാൻ വയ്യാത്തതുകൊണ്ട് എടുത്ത് ഓടാൻ പറ്റില്ലല്ലോ. ഇവിടുന്ന് അത്ര ദൂരം തന്നെ വലിച്ചുകൊണ്ട് പോയി വരും. അവിടെ നിന്നാണ് പിന്നെ ഇവർ എന്നെ 3 നാൾ കൂടി എടുത്ത് ഓടുന്നത്. അപ്പോൾ ഈ കോടമഞ്ഞ് പോലെ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇവർക്ക് ആനയെ കാണാൻ പറ്റില്ല, ആനയെ ഇവരെ കാണാം, ഇവരെ കാണാം ആനയ്ക്ക്. ആന രാത്രി പകലും ഒരു കാഴ്ചയാണല്ലോ. അതിൽ പിന്നെ ആനിങ്ങനെ സൈഡിൽ കൂടെ കയറുമ്പോഴേക്കും ഇവർ തന്നെ ആ വീടിൻ്റെ താഴെ ആ സസിൻ്റെ ഒക്കെ വീടിൻ്റെ അവിടെ കിടത്തി വേണ്ട ഡ്രസ്സൊക്കെ ഒന്ന് ആ ചളിയൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ച് കയറ്റിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് ആന പിടിച്ചിങ്ങനെ ഇതാക്കുമ്പോഴേ തന്നെ പോസ്റ്റുകാരൻ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു. താഴത്തെ ഒരു എൻ്റെ കൂട്ടുകാരൻ രതീഷ് എന്ന് പറഞ്ഞ ആൾ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവർ വരുന്നപ്പോൾ എന്നറിയാം, ഞാൻ ബത്തേരി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് ഇവരെത്തുന്നത്. അതുവരെ പോസ്റ്റുകാരൻ എത്തിയിട്ടൊന്നുമില്ല. പിന്നെ വന്ന് ചോദിച്ചു പോലെ ഇവിടെ എന്താ സംഭവം നടന്നു പറഞ്ഞ ഞങ്ങൾ വന്നാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ ഇത്ര നേരത്തെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങളൊരു ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ വേഗം വരണമല്ലോ. അങ്ങനെ അവർ പിന്നെ പോസ്റ്റുകാർ നമ്മളടുത്ത് എത്തിയില്ല. പിന്നെ ഒരു ബാച്ചറോ അങ്ങനെ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ഒരാൾ ഗാർഡൻ അതുകൊണ്ട് അവർ എൻ്റെ അടുത്ത് ഉപ്പുണ്ടായിരുന്നു ബത്തേരിയിലുള്ളപ്പോഴും. പിന്നെ കോഴിക്കോട് അഡ്മിറ്റായി 10-20 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു ഒരാൾ. പിന്നെ ആൾ പോയി. പിന്നെ ഫോണിൽ വിളിക്കായിരുന്നു, അല്ലാതെ ചെയ്യുന്നില്ല. പിന്നെ ഇതൊക്കെ സംഭവിച്ച് ഞങ്ങൾ കോഴിക്കോട് എത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു 10 ഉറുപ്പിൻ്റെ അടുത്ത് പോസ്റ്റേ തന്നായിരുന്നു. 10,000 രൂപ. 10,000 തന്ന്. അതിൽ അവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ ഓടി. പിന്നെ അവിടെ നിന്ന് 2 മാസത്തോളം അവിടെ തന്നെ ആയിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഒരു 10 കിലോ അരിയും കുറച്ച് പച്ചക്കറി, ചായപ്പൊടി, പഞ്ചസാര ഇതിങ്ങനെ 2 വട്ടം വാങ്ങിച്ചു തന്നായിരുന്നു. പിന്നില്ല. പിന്നെ ഞങ്ങൾ ആശുപത്രി അഡ്മിറ്റായപ്പോൾ 1 വട്ടം വാങ്ങിച്ചു, ഒരു 5 കിലോ അരി കൊടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, അമ്മയും മക്കളായിട്ട്. അല്ലാതെ പിന്നെ പോസ്റ്റുകാർ ഒന്നും കിട്ടിയിട്ടുമില്ല. പിന്നെ ഇടയ്ക്ക് വന്ന് പിന്നെ അവരിങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്നെ നോക്കാനായിട്ട് വരുന്നല്ല, ഇവർ പോസ്റ്റ് ഈ പെൻഷനുള്ള കമ്പിയെ നോക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ എന്നെ ഇങ്ങനെ റോട്ടിൽ നിന്ന് കാണാനല്ലാതെ അവർ നമ്മുടെ വീടായിട്ട് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. വീട്ടിലങ്ങനെ വരവ് കുറവാണ്, വരവില്ല. അന്ന് ആടേക്ക് വന്നായിരുന്നു, പിന്നെ അല്ലാതെ പോസ്റ്റുകാർ വരവൊന്നുമില്ല. ചേട്ടൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നല്ലേ? പണിയായിരുന്നു അല്ലേ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ സ്ഥിതി? ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പിന്നെ പണിക്കൊന്നും പോകാൻ പറ്റുമല്ലോ അല്ലേ? ഇപ്പോൾ പിന്നെ എവിടേക്ക് അനങ്ങാൻ പറ്റില്ല, വീട്ടിൽ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു 1.5 വർഷം വരെ, ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് ബെഡ് റെസ്റ്റാണ് പറഞ്ഞത്. 1.5 വർഷത്തോളം അനങ്ങാൻ പാടില്ല. അനിയെ തന്നെ ഇതിൻ്റെ ഒരു കിഡ്നി മാറ്റിയത് കൊണ്ട്. അന്നത്തെ പരിക്കിൽ എന്തൊക്കെ വാരിയെല്ലാം ഒടിഞ്ഞു, പിന്നെ എന്തൊക്കെ പറ്റിയ? വാരിയെല്ല്, കിഡ്നി പോയി, പിന്നെ ഞെട്ടലിന് ഒരു ക്രാച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് എന്തായാലും 1.5 വർഷം വരെ നീ അനങ്ങാൻ പാടില്ല. അപ്പോൾ ഇത് അനീ കഴിച്ചാൽ തന്നെ ഇത് വേദന, ഉള്ളിൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്തോണ്ടല്ലേ ഉണങ്ങാനൊക്കെ സമയം എടുക്കുമായിരിക്കും. സമയം എടുക്കും. പിന്നെ അതുമല്ല ഇത് ചെറിയന്തി നമുക്ക് ഒരു വെയിറ്റുള്ള പണിയെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നീട് വേദന കൂടി വരും. പിന്നീട് നിന്നെ ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ. ഉള്ളിന് ചെയ്ത് ഇനി വേദന വലിയ ഭാരപ്പെട്ട പണിയെടുത്ത് കഴിഞ്ഞാൽ ഇനിയൊരു വേദന വന്ന പഴുപ്പൊന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പറേഷൻ ഒരു കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ഇത് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. പിന്നൊന്നും കിഡ്നി പോയതുകൊണ്ട് ഇനി അതിൻ്റെ ഇപ്പോൾ മുറിവൊന്ന് കറക്റ്റ് ഉണങ്ങി കിട്ടുന്നവർ ഭയങ്കര ഒരു ഭാഗ്യമാണ്. അല്ലാതെ ഇപ്പോൾ ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പോൾ കുടുംബച്ചെലവെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നുണ്ട്.
അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു. ഭാര്യ പണിക്ക് പോകുന്നുണ്ടല്ലേ? ആ, അല്ല ഇപ്പോൾ തിന്നണ്ടേ. വയ്യാത്ത മക്കളും, എനിക്കും വയ്യ, കുട്ടിക്കും വയ്യ. മക്കൾക്ക് എത്ര മക്കളുണ്ട്? ശരി, 4 മക്കളുണ്ട്. അതെ. എന്തൊക്കെയാ ചെയ്യുന്നത്? 3 2 ഹോസ്റ്റലാണ്. ഇവിടെ 2 ആളുണ്ട്. ഒരാൾ നെന്മണിക്കൊന്നും ചെയ്യാതെ ഇളയത് പഠിക്കണ്ടേ. ഇന്നിപ്പോൾ ശനിയാഴ്ച പോയിട്ടില്ല. ഏറ്റളയാണ് നെന്മണിക്കൊന്ന് പോകുന്നുണ്ട്. ഏറ്റളയാണ് 2. പിന്നെ ഒരാൾ പിന്നെ വയ്യാത്തോണ്ട് വീട്ടിൽ തന്നെ. 3ാമത്തെ ആളാ? ആ, 3ാമത്തെ. എന്താ അസുഖം? എന്താ അത് ഒരു ആവശ്യമാരം പോലെ ആയിട്ട് ആ ഒരു അസുഖമാണ്. ആവശ്യമാരാണല്ലേ? അപ്പോൾ വീട്ടിൽ തന്നെ കിടപ്പാ? ആ, കിടപ്പാണ്. ഓഹോ. പിന്നെ എനിക്കിനി പോയി ആ ഒരു കൊച്ചിൻ്റെ ചികിത്സാ ചെലവൊക്കെ ആരെങ്കിലും എങ്ങനെയും കിട്ടുമോ? അത് ഞങ്ങൾ സ്വന്തം നോക്കണം. പിന്നെ പെൻഷൻ കിട്ടും മറ്റേ പഞ്ചായത്തിൽ നിന്ന്. അതൊരു മാസം ഒരു 1500 രൂപ വെച്ച് കിട്ടും. അല്ലാതെ പിന്നെ കുട്ടീൻ്റെ ചികിത്സ പൈസ ഞങ്ങൾ സ്വന്തം ഉണ്ടാക്കണം. ആണല്ലേ? ചികിത്സ സ്വന്തമാണല്ലേ? പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചികിത്സയ്ക്കുള്ള പൈസ അത് തന്നെ സ്വന്തം ഞങ്ങൾ പെണ്ണുങ്ങൾ പണി. വേറെ മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്ന് കോഴിക്കോട് പോകണം. ആണല്ലേ? മാസം ഇനിയിപ്പോൾ 3 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി പോകണം. ആണല്ലേ? അപ്പോൾ മരുന്ന് എങ്ങനെ 3 മാസത്തേക്കുള്ള അവിടെ നിന്ന് കിട്ടുമോ? അതെയോ? അത് ഒരു 20 ദിവസത്തോളം മരുന്നുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇനി അത് കുഴപ്പമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് എത്തണം പറഞ്ഞു. അപ്പോൾ 3 മാസങ്ങൾ മരുന്ന് അവർ തരില്ല അവർ. ഓഹോ. അതിൻ്റെ ഉള്ളിലെത്തി വരെ കുഴപ്പമുണ്ടെങ്കിൽ അങ്ങോട്ട് പെട്ടെന്ന് പോയിക്കോണം. കുഴപ്പമെന്ന് വേദനയൊക്കെ. പിന്നെ ഇത് പുറത്തേന്ന് അറിയാം. ഇതിൻ്റെ ഈ ഓപ്പറേഷൻ ചെയ്തുകൂടെ ഈ ഗ്യാസിൻ്റെ പിന്നെ ഭയങ്കര വേദനയാണ്. ഭയങ്കര ഗ്യാസ് തുടങ്ങി അല്ലേ? ഗ്യാസും അരവേദനയൊക്കെ. എന്നിട്ട് ഈ മരുന്ന് കയറുന്നതിൻ്റെ അതാണ് സൈഡ് എഫക്റ്റാ. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കുടുംബജീവിതം ഭയങ്കര ദുരിതപ്പാടിലാണ്. അമ്മയുണ്ടല്ലേ വീട്ടിൽ? അമ്മയുണ്ട്. പോസ്റ്റുകാർ സത്യം പറഞ്ഞാൽ തെരൻ്റെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ കല്ലൂർ മാറോട് മറ്റൊരാളെ ആന കൊന്നില്ലേ? ആ സമയത്തും മന്ത്രിയൊക്കെ വന്നപ്പോൾ നിങ്ങളും പോയായിരുന്നു? അപ്പം ഞാൻ കിടപ്പാല്ലേ? ആരെങ്കിലും പോയായിരുന്നു അവിടെ ഇവിടുന്ന് സഹായമാണെന്ന് പറഞ്ഞിട്ട് എല്ലാം പോയായിരുന്നോ? ഇല്ല, അപ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റില്ല. പെണ്ണുങ്ങളും എന്നെ നോക്കിക്കൊണ്ടിരിക്കല്ലാതെ എനിക്കും മറ്റേ മൂത്രമൊഴിക്കാൻ ബാത്റൂമിൽ പോകാനൊക്കെ കൈ കൊണ്ട് പിടിച്ച് എണിപ്പിക്കണം. അങ്ങനെ അവസ്ഥ കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇവിടെ എങ്ങനെ സ്ഥിരമായിട്ട് ആനശല്യം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നോ? ആന അങ്ങനെ ശല്യം ചെയ്യലില്ല. ആന രാത്രി ഇങ്ങനെ ചിലപ്പോൾ അല്ലെങ്കിൽ ഇറങ്ങും, പിന്നെ അതേപടി കയറിപ്പോവും. അല്ലെ ഇത് കുറേ വർഷങ്ങളത്തോടെ ഇവിടെ ഉള്ളതാ താമസങ്ങളൊക്കെ. നിങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ ഉള്ള? ഇവിടെ 10, 50, 60 വർഷത്തിന് മേലെയായി. ആണല്ലേ? നിങ്ങൾ ശരിക്കും കാട്ടുനായ്ക്കന്മാരാണ്. അച്ഛൻ്റെ കാലം വരെയുള്ള സ്ഥലമാണിത്. അപ്പോൾ ഈ ആന അങ്ങനെ ഈ നിങ്ങൾ വരുന്ന വഴിക്കൊക്കെ അങ്ങനെ വരാറുള്ളതാണോ ശരിക്കും ആ സമയത്തൊക്കെ? ഇല്ല, അങ്ങനെ വരവില്ല ആ ടൈമിലൊന്നും. ആന ഇറങ്ങി തന്നെ ഒരു 8, 9 മണി നമ്മളെ വരാറ്. ആ ടൈമിൽ ഇറങ്ങുള്ളൂ. അന്ന് ഈ മഞ്ഞ് ഈ കോട കാരണം തോന്നുന്നു സംഭവം ആനയ്ക്ക് വിചാരിച്ച ആന ഇത് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിച്ച് ഇറങ്ങിയായിരിക്കും തോന്നുന്നു. അങ്ങനെയാണ്. പിന്നെ അവർ നമുക്ക് പറഞ്ഞ് കാണുന്ന പോലെ വരുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ, കാട്ടത്തെ ആൾക്കാരല്ലേ. ആദ്യം ശല്യപ്പാടില്ലായിരുന്നു, ഈ ഇടയ്ക്കാണ് ശല്യപ്പാട് കൂടി. അല്ലാതെ ആനയ്ക്ക് ഈ ഇവിടെ തന്നെ ആന, പുലി, കരടി എല്ലാ സാധനമുണ്ട്. എന്നാലും നമ്മളെ ശല്യത്തിന് അങ്ങനെ ചെയ്യുന്നില്ല. ആറ്റുകൾ വന്നാൽ നൈറ്റുകൾ വഴി കൂടെ പോകും, നമ്മളെ വഴിക്കൂടെ തിരിയണം. അപ്പോൾ പിന്നെ ആന ഇങ്ങനെ പിടിഞ്ഞ് നാശാക്കുന്ന ഒരു ടൈമിൽ ഫെൻസിങ് ഇല്ലായിരുന്നു. ഫെൻസിങ് കമ്പിയുണ്ട്, അതിൽ ഫെൻസിങ് ഒറിജിനില്ലായിരുന്നു. അതിൽ കറണ്ട് ഇല്ലായിരുന്നു. ഇല്ല, കൊടുത്തില്ല അവർ. അപ്പോൾ വലിയ നോട്ടൊന്നുമില്ല ഫോറസ്റ്റുകാരൊന്നും. അങ്ങനെ മൂന്ന് വലിച്ചിട്ട് പോകല്ലാതെ പിന്നെ ഫെൻസിങ് ഇട്ടിട്ട് പിന്നെ കാട് കയറി മൂടിയോ അത് വെട്ടി തെളിയിക്കോ ഇതൊന്നും അവർ നോട്ടില്ല. എന്നെ ആന നാശാക്കിയ ശേഷമാണ് ഇപ്പോൾ ഫെൻസിങ് ഒന്ന് നേരെയാക്കിയിട്ട്. അപ്പോൾ ഫെൻസിങ് കറക്റ്റ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് വരികയല്ലായിരുന്നു. വരില്ല. ഈ വരെ കാണുന്ന ഈ പാടൊക്കെ അതിൻ്റെ ആയിരിക്കും അല്ലേ? ഇതൊക്കെ അതിൻ്റെ പാടാ. പിന്നെ ഇവിടെ ഒരു പാടുണ്ടതാ കാണിച്ചേ, അത് കാണിച്ചേ. അതെന്തിൻ്റെ അത്? ഇതൊക്കെ പിന്നെ ഉള്ളത്തെ ഓപ്പറേഷന് വേണ്ടി പൈപ്പിട്ട് തുളച്ച് കയറ്റിയാ. മൊത്തം തുറന്നല്ലേ? അതപ്പോൾ ഡോക്ടർ പറഞ്ഞിപ്പോൾ
എന്ത് ഭാരപ്പെട്ട പണിയെടുത്ത് കഴിഞ്ഞാൽ പഴുപ്പും കാരണം വന്നു കഴിഞ്ഞ് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ഒരു ഉള്ളിലത്തേതായതുകൊണ്ട് ഉണങ്ങാൻ നല്ല താമസം വരും. ശരിക്കും കുനിഞ്ഞിട്ട് നുബുറ് നിൽക്കാൻ പൊട്ടാൻ കഴിയില്ല ആണല്ലേ. ഓഹോ. അപ്പോഴേക്കും നമ്മൾ ഇവിടെ ഞെട്ടലിൻ്റെ അവിടെ എല്ലില്ല, അവിടെ കൊളുത്തി പിടിക്കാൻ പോകും. ഇനി ഇപ്പോൾ കടയിലൊക്കെ പണ്ടത്തെ സ്ഥിതി തന്നെയാണോ പറ്റും കാര്യങ്ങളൊക്കെ? ഒരു കടത്തെ കൊടുത്തൊഴിവാക്കി ആണല്ലേ. ഇനി അന്ന ഒരു കടത്തിന് 5000 ഉറുപ്പിക അടയ്ക്കാനുണ്ട് ആണല്ലേ. അപ്പം ഇനിയിപ്പോൾ അപ്പം പിന്നെ സാധനങ്ങൾ മേടിച്ചോണ്ടിരിക്കുമല്ലേ? ഇനി വാങ്ങാശ പറ്റി കൂടിക്കൊണ്ട് വരും. ആണല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ സത്യം ഉപ്പ് തൊട്ട കലിപ്പൂരം വരെ നോക്കണ്ടേ. അതെ അതെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ചെറിയ ചെറിയ മക്കളുള്ള ബേക്കറി ഇല്ലാതെ നിൽക്കൂല. ബേക്കറി സാധനം ഇല്ലെങ്കിൽ മക്കൾ രാവിലെ ചായ കുടിക്കുമ്പോൾ നിൽക്കൂല. എന്തെങ്കിലും ഒന്നും കൊടുക്കണ്ടേ? കടിക്കാൻ കൊടുത്തില്ലേ ഭയങ്കര കച്ചറ. അതെ അതെ. അതിനെ ഞാൻ എന്താക്കും, കുറച്ച് വാങ്ങിച്ച് ഡബ്ബിലിട്ട് മാറ്റി വയ്ക്കും. 2-3 പുറത്ത് കാണിക്കുള്ളൂ. അപ്പം നീറ്റ് ചാടിയം പിടിക്കുമ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കല്ലാതെ അല്ല. ആദ്യം പിന്നെ കുഴപ്പമില്ല, സ്ഥിരം പണിയാണ്. ഞാൻ എല്ലാ പണിക്ക് പോയാൽ 8 മണിക്ക് പോകും, മരപ്പണിക്ക് പോയിട്ടുണ്ടായിരുന്നു, എല്ലാ പണിയും ഞാൻ പോയിട്ടുണ്ട്. ഇപ്പാണ് ഈ ഒരു അവസ്ഥയായിട്ട് വയ്യത്തായത്. അല്ല എൻ്റെ കുടുംബം ഒരിക്കലും പട്ടിണി ഞാൻ വിടില്ല. എങ്ങനെയാലും പണിയെടുത്ത് കുടുംബം പോയിട്ട് വരുന്നല്ലേ. ചേട്ടന് വയ്യാണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗതികേട് വന്നല്ലേ. ഞായറാഴ്ച ഞാൻ ലീവ് എടുക്കില്ല, പണിക്ക് പോയിട്ടിരിക്കും. ആണല്ലേ. എവിടെ പട്ടിണിയായാലും എൻ്റെ കുടുംബത്ത് ദാരിദ്ര്യം വന്നിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ വരുത്തിയില്ല ഇതുവരെയായിട്ട്. അതെ അതെ. ഇതൊരു അവസ്ഥയിൽ ഇങ്ങനെ ദാരിദ്ര്യം കൂടി മേലാത്തൊരവസ്ഥയായിപ്പോയി. മരത്തിലെല്ലാ കളി ഞാൻ കളിച്ചാ. മരത്തിലൊക്കെ കയറുന്നല്ലേ. മരത്തേക്ക് ഈ വലുപ്പത് കൊമ്പിലൊക്കെ ഞാൻ പോയി എടുത്തിട്ടുണ്ട്. ഓരോ മരത്തിലേക്ക് 10, 200, 300 കൂടെ ഉണ്ടാവും. നേരം വെളുക്കുമ്പോൾ ഇറങ്ങുള്ളൂ. വൈകുന്നേരം ഒരു 8 മണി കയറി കഴിഞ്ഞാൽ 4 മണി വരെ മരത്തിന് മേലുണ്ടാവും. അങ്ങനെ ഓടി നടന്ന് പണി നടന്നുകൊണ്ടിരുന്നു. ഇപ്പൊ പെട്ടെന്ന് വീട്ടിലിരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ. ഭയങ്കര ചടപ്പ്. ഇപ്പൊ സത്യം പറഞ്ഞ ഈ കിടക്കുമ്പോൾ വിചാരിക്കും കേണിച്ചിക്കണമെന്ന്, പിന്നെ വിചാരിയേ കിടന്ന് ഒരു കാര്യം കുറച്ച് നടക്കാമെന്ന്. അങ്ങനെ ഇരുന്നിട്ടും കിടന്നിട്ടുള്ള പരിശീലനം ഇപ്പോൾ നടത്തുന്നത്. വല്ലാത്ത അവസ്ഥ അല്ലേ. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടല്ലേ. കുറച്ചൊക്കെ ഒരു സ്റ്റഡിയായി കിട്ടിയാൽ ഞാൻ എന്തായാലും എങ്ങനെ കീർക്കുമ്പോൾ ഞാൻ പണിക്ക് പോകും. അല്ലേ ഒന്നറിയ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പണിയെടുത്ത് അവർക്കും വയ്യാന്ന്. ഒന്നര അവർ അവിടെ പോയ മരിച്ച പണിയെടുത്ത് ഇവിടുത്തെ വന്ന് വീട്ടിലത്തെ പണി കൊഴിക്കാം. അവിടെ വന്ന് കുളിച്ച് ഇവിടെ കഞ്ഞിയും ചോറൊക്കെ ഉണ്ടാകുമ്പോഴേക്കും സമയം 8, 8, 9 മണിയാവും. അതിനിടയ്ക്ക് മക്കള് എങ്ങനെയൊക്കെ ഞാൻ പിടിച്ചു നിർത്തും, അല്ലെങ്കിൽ മക്കളങ്ങനെ കിടന്നുറങ്ങി പോകും. ഒന്നര ഈ കടയിൽ കടം കൂടി ഞാൻ പറഞ്ഞാൽ എനിക്കൊരു വലിയൊരു വിശ്വാസമായിരുന്നു. എന്തായാലും വയ്യാത്തൊരാളല്ലേ നമ്മളിപ്പോൾ. ആന നാശം അടിച്ചതിന് ശേഷം ഞങ്ങൾ പൈസയ്ക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. എഴുതി കൊടുത്തപ്പോൾ വിചാരിച്ചു എന്തായാലും 1 മാസത്തിനുള്ളിൽ എന്തായാലും റെഡിയാവും വിചാരിച്ചു. അത് ഞാൻ പെണ്ണുങ്ങൾ പറഞ്ഞ് ഈ ഒരു കാര്യം ചെയ്യും, നമ്മൾ അറിയുന്ന കടയാണല്ലോ, നീ അവിടെ പോയിട്ട് ഇങ്ങനെ കാര്യം പറ, എന്താ നമുക്ക് 1 മാസത്തോളം പൈസ കിട്ടും, നീ പറ്റി തുടങ്ങിക്കോ. അവിടെ എന്തായാലും കിട്ടുമ്പോൾ മൊത്തം അമൗണ്ട് അടച്ചേക്കാന്ന് പറഞ്ഞിട്ട് അവരും സമ്മതിച്ചു. ശരി എന്നാൽ കുഴപ്പമില്ല, വയ്യാത്ത ഇത് അവസ്ഥയാണ്, അതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോയിക്കോളി. പിന്നെ അവരെ ഓട്ടോറിക്ഷ കയറ്റി വിട്ടുതരും. എല്ലാ സാധനമൊക്കെ വണ്ടിയെടുത്ത് അവർ തന്നെ കയറ്റി കൊടുക്കും. പിന്നെ എന്താക്കി 2 മാസത്തോളം കഴിഞ്ഞ് കടം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും വിധം മാറി. 2 മാസമായി. ഇപ്പോൾ വിചാരിച്ച് അയ്യോ ഇനി ഞങ്ങൾ വിചാരിച്ചു 1 മാസം എന്താ ഈ മാസം കിട്ടായിരിക്കും. അപ്പം എന്താ അടുത്ത കടയ്ക്ക് ഞങ്ങൾ മാറി. ഇത് കിട്ടുമ്പോൾ ഇത് ഫസ്റ്റ് തുടങ്ങിയിട്ടില്ലല്ലോ. ഫസ്റ്റത്തെ കട എന്തായാലും ഈ കിട്ടുന്നൂടെ ഫസ്റ്റ് മൊത്തം അടച്ചിട്ട് പിന്നെ തുടങ്ങി കട വലിയ പറ്റുണ്ടാവില്ല, അത് അടയ്ക്കും വിചാരിച്ച്. അങ്ങനത്തെ അവസ്ഥ നോക്കുമ്പോൾ അതുമില്ല ഇതിലിപ്പോൾ. അങ്ങനെ അന്ന് വന്നപ്പോൾ ഒരു 9,000 രൂപ കിട്ടിയതുകൊണ്ട് ഒരു കടത്തെ കട ഒരു 5,000 അടച്ച്. നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരുന്ന ആ വീഡിയോ കണ്ട ആളുകളാ തന്ന പൈസ. കണ്ട ആ വീഡിയോ അധികം പേര് കണ്ടില്ല, ഒത്തിരി പേര് കണ്ടില്ല. പക്ഷെ കണ്ട ആൾക്കാർ കണ്ടതെന്ന് കുറഞ്ഞ ആൾക്കാരിൽ നിന്ന് കിട്ടിയ ആ പൈസ ശരിക്കും അത് ഒത്തിരി പേര് കാണുമായിരുന്നെങ്കിൽ കുറേ കൂടെ നിങ്ങൾക്ക് കിട്ടിയേനെ. അല്ല സത്യം പറഞ്ഞാൽ അത് കിട്ടിയ വളരെ നന്ദിയായിരുന്നു. എന്നാൽ അപ്പോൾ ഒരു മഴേൻ്റെ ഈ കാലമാണ്, അതിൻ്റെ ഒരിടയ്ക്ക് ഈ റിസോർട്ട് മറ്റേ പെണ്ണുങ്ങൾ പണിക്ക് പോകുന്ന സ്ഥലം അത് അടച്ചു കൂട്ടിയില്ലേ. അപ്പോൾ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഈ പൈസ കിട്ടുന്നു. റിസോർട്ട് അടച്ചു പോയത് മഴക്കാലമായതുകൊണ്ട്. പിന്നെ ഉരുൾപൊട്ട അതൊക്കെ ആയി സംഭവിച്ചില്ലേ ആ സമയത്ത് വയനാട്ടിൽ ഭയങ്കര പ്രശ്നമല്ലേ. ആ പൈസ പൈസ കിട്ടിയതുകൊണ്ട് എല്ലാവർക്കും വളരെ നന്ദിയാണ്. അന്ന് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കാര്യം മൊത്തം മാനക്കേട് മേലെ മാനക്കേടായി കടക്കാർ വന്ന് തല്ലിക്കൊല്ലാത്ത ഒരവസ്ഥയായിരുന്നു അന്ന്. അതാ പൈസ കിട്ടിയാന്ന് ആ കട പറ്റുകൊണ്ട് അടച്ചുകൊണ്ട് അവർക്കൊരു വിശ്വാസമാണ്. അത് ഭയങ്കര ഒരു നന്ദിയാണ് എനിക്ക് എല്ലാവർക്കും. നമുക്ക് നോക്കാം, നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്തായാലും ഇനിയും സഹായിക്കും. സഹായിച്ചത്ര ഭയങ്കര നന്ദിയായിരുന്നു.
ഒന്ന് ഇതൊരു അവസ്ഥയിൽ ആയിക്കൊണ്ട് അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അക്ഷയ പോയി ഞങ്ങളെല്ലാം കറക്റ്റായി കൊടുത്താണ്. എന്നിട്ട് പോസ്റ്റുകാരൊരു ഇതിലൊരു ഒന്നുമില്ലാത്ത പോലെ നിൽക്കുന്ന ഇതാണ്. ഇപ്പം അത്യാവശ്യം ചേട്ടന് വീട്ടിലിപ്പോൾ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുടെ പേരെന്ന് പറഞ്ഞുതരാമോ? ഞാനത് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു, ഒന്ന് പറയാമോ? അത്യാവശ്യമുള്ള അരി, പിന്നെ ചായപ്പൊടി, പഞ്ചസാര, ഈ എണ്ണയും സോപ്പാണ് മെയിൻ. സോപ്പാണ് ഏറ്റവും കൂടുതൽ മെയിൻ. അലക്കലും തിരുമ്പലൊക്കെ ആയിട്ട് സോപ്പ് പൊടി അല്ലേ? പിന്നെ എണ്ണയും അത് നമുക്ക് ശരിയാക്കാം. നമ്മളിപ്പോൾ ഏതായാലും ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. അത്യാവശ്യം ആ ചേട്ടന് വേണ്ട കുറച്ച് കാര്യങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു തന്നു. ആ സാധനങ്ങളൊന്ന് നമ്മൾ എത്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള ടൗണിൽ പോയി ഇത് മേടിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം കേട്ടോ. ഇപ്പോൾ നമ്മളേതായാലും ആ കടയിൽ പോയി ആ ചേട്ടന് ആവശ്യപ്പെട്ട സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിരിക്കുകയാണ്. നമുക്കിതേതായാലും ആ ചേട്ടന് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഇവനാണോ വാസേട്ടാ പ്രശ്നമുള്ള? ഇതാണ് വയ്യാത്ത കുട്ടി അല്ലേ? ഇത്ര ഉറക്കായിരുന്നു അല്ലേ? ഇപ്പൊ മേടിച്ചുള്ളൂ. ഇനി വർത്താനൊക്കെ പറയോ? ഇല്ല, വർത്താനം പറയില്ല. ഇല്ല ഇങ്ങനെ തിന്നാന്ന സമയത്ത് വിശക്കുമ്പോ ഇങ്ങനെ നമ്മുടെ അടുത്ത് വരും, നിരയും വരും. നടക്കാനൊന്നും പറ്റൂല, നടക്കാൻ പറ്റില്ല. ഇരുന്നോളൂ, കിടന്നിങ്ങനെ കിടന്നോളൂ. കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കണ്ണിന് കാഴ്ച കുറവൊന്നുമില്ല. ഇല്ലല്ലേ? കണ്ണിനെയും കേളിക്കൊരു കുറവൊന്നുമില്ല. പിന്നെ ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കും, എപ്പോഴും ഇങ്ങനെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. ഏതായാലും ചേട്ടൻ പറഞ്ഞ സാധനം വെച്ചിട്ട് ആ ലിസ്റ്റ് വെച്ച് ഞാൻ മേടിക്കാൻ പോയേ. തുറന്നു നോക്കി എല്ലാം ഉണ്ടോന്ന്. ചേട്ടൻ പറഞ്ഞ കൂടാണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതെ ഇച്ചിരി ചിക്കൻ ഉണ്ട് കേട്ടോ, അതെടുത്ത് മാറ്റി വെച്ചു. പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. അതന്നെ ചിക്കനാണ്. പിള്ളേർക്ക് കറിയൊക്കെ ഉണ്ടാക്കി. പിള്ളേർക്ക് ഇച്ചിരി ബേക്കറി കിട്ടിയത് നന്നായി. അങ്ങനെ അതൊക്കെ ബിസ്ക്കറ്റാട്ടോ, ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ ഉണ്ട്. അതാണ് സോപ്പ് പൊടിയും സാധനങ്ങളൊക്കെ. സോപ്പ് പൊടി ഉണ്ട് കേട്ടോ. കുളിക്കുന്ന സോപ്പ്, കലക്കുന്ന സോപ്പുണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്, പഞ്ചസാര ഉണ്ട്, പഞ്ചസാര ഉണ്ട്, ചായപ്പൊടി ഉണ്ട്, ഞാൻ അരിയുണ്ട് കേട്ടോ. ഇന്ന് വെക്കാൻ അരിയില്ലായിരുന്നു സത്യത്തിൽ. അയ്യോ, ഇന്ന് വെക്കാൻ അരിയില്ല. അപ്പോൾ പെണ്ണുങ്ങൾ പണി കഴിഞ്ഞ് വന്ന് പെണ്ണുങ്ങൾ 5-10 വരുമ്പോൾ പിന്നെ അവൾ കടയ്ക്ക് പോകണം. അങ്ങനത്തെ അവസ്ഥ. മക്കളൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചായിരുന്നോ? രാവിലെ കുറച്ചുണ്ടായിരുന്നു. മോൻ്റെ പേരെന്തായിരുന്നു? ശരുൺ. ഭക്ഷണം കഴിച്ചോ? ഇന്ന് സ്കൂളുണ്ടായിരുന്നില്ല? ശനിയാഴ്ച ആണല്ലോ അല്ലേ? ശനിയാഴ്ച ഉണ്ട്. ഏതായാലും എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വളരെ നന്നായി. ഒത്തിരി ഒന്നും പറ്റിയില്ല. ഇന്ന് വെക്കാനുള്ളൊരു അരി സാധനം കിട്ടിയതുകൊണ്ട് വളരെ നന്ദി. ഒരു കുടുംബക്കാരൻ പോലും ഇത്ര എന്നെ നോക്കിയില്ല. സ്വന്തം അന്യന്മാരുണ്ട് എന്നെ ഇത്ര സഹായം ചെയ്തില്ല. ഉള്ള കാര്യം പറയാലോ. ഇന്ന് വന്നതുകൊണ്ട് വളരെ 100 നന്ദിയുണ്ട്. ഒരു നേരം വിശപ്പടക്കാനുള്ള ഒരു വഴിയായി. അതാണ് ഏറ്റവും ഒരു ദൈവത്തിനൊരു പുണ്യം. എനിക്കെൻ്റെ മക്കൾ ഇത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മളാൽ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിവിടെ കൊണ്ടുവന്ന് കൊടുത്തു. ചേട്ടൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഞാൻ ആദ്യം കുറച്ച് പൈസ ആയിട്ട് കൊടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ സാധനങ്ങളൊക്കെ കുറവാണ്. പിന്നെ ചേട്ടന് നമുക്കറിയാലോ, ഇങ്ങനെ പുറത്തൊന്നും പോകാനോ ഇത്ര എന്തെങ്കിലും ചുമന്നുകൊണ്ട് വരാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഇത്രയും സാധനം എടുത്തപ്പോൾ തന്നെ നല്ല കനമുണ്ടായിരുന്നു. ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു എടുത്തുകൊണ്ട് പോകാൻ. കാരണം റോഡിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി ദൂരം ഇങ്ങോട്ട് നടക്കാനുണ്ട്. എന്തായാലും ശരി, നമ്മളത് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഈ നമ്മുടെ ചാനൽ കാണുന്ന ആളുകളുടെ സപ്പോർട്ടോടുകൂടിയാണ് നമുക്കിതൊക്കെ നടത്താൻ പറ്റുന്നത്. നിങ്ങൾ കാണുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഞാനിപ്പോൾ എടുത്തു കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഇതൊന്നും നമ്മുടെ ആരുടെയും കഴിവൊന്നുമല്ല. അപ്പോൾ അത് നിങ്ങളും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ വന്ന് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തു, നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ള ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാറില്ല. ഇതിപ്പോൾ നമ്മൾ കാണിക്കാൻ നിർബന്ധിതരായതുകൊണ്ട് മാത്രം കാണിച്ചു എന്ന് മാത്രം. നമ്മൾ പല സ്ഥലത്തും ഇതുപോലെ പോകുമ്പോൾ നമുക്ക് അവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ
ഇങ്ങനെ എടുക്കാറില്ല എന്ന് മാത്രം. ഏതായാലും ചേട്ടൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു. ഒത്തിരി കടയിലൊക്കെ പറ്റും, കടമൊക്കെ ഉണ്ട്. ചേട്ടന് ജോലിക്ക് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ചേച്ചി ഒറ്റയ്ക്കാണ് ഈ കുടുംബം നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചേച്ചിയുടെ ഒരു ദിവസത്തെ കൂലിയൊക്കെ നമ്മൾ കേട്ടു 200-300 രൂപയൊക്കെ ഉള്ളൂ. ആ പൈസ കൊണ്ട് നമുക്കറിയാം ഇത്രയും ഒരു കുടുംബമൊക്കെ എങ്ങനെ കഴിഞ്ഞു പോകുന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയും ആർക്കെങ്കിലുമൊക്കെ ഇവരെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു മനസ്സുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം അത്ര ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തോന്നുന്ന ആളുകളുടെ വീഡിയോ മാത്രമേ നമ്മളിങ്ങനെ ഇത്തരത്തിൽ അക്കൗണ്ട് നമ്പറൊക്കെ വെച്ച് കൊടുക്കാറുള്ളൂ. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്കൊന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ, ഡയറക്റ്റ് അക്കൗണ്ട് നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. 1-2 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ എന്നേലൊക്കെ ഇവിടെ കയറുമ്പോൾ നമുക്ക് ഇന്ന് കാണിച്ച വീഡിയോയുടെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് അന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.